ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിറപ്പ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന സീസണിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സീസണിലും നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്ന ടൈമിൽ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഓരോ ഗ്ലാസ് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്ക്വാഷ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 15 ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഞ്ഞ കളറിലുള്ള ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേറെ ചുവപ്പ് കളറിലുള്ളതും കിട്ടാറുണ്ട്. അതായാലും പ്രശ്നമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റണം. ഇതിൻ്റെ മുഴുവനും ജ്യൂസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കരുത്, കുരുവൊക്കെ അടിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു കുഞ്ഞ് അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. നമ്മൾ ചായയൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ കുഞ്ഞു കണ്ണികളുള്ള അരിപ്പയുണ്ടല്ലോ, അതുപോലുള്ള അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ കുരു അതിൻ്റെ ജ്യൂസിൽ വീഴാൻ പാടില്ല. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജ്യൂസ് മാത്രം എടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കുന്ന ഷുഗറിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലോ ഇല്ലെങ്കിൽ ഒരു കപ്പിലോ വെച്ചിട്ട് ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആണ് ഞാനിപ്പോൾ അളന്നെടുക്കുന്നത്. ഈ ഗ്ലാസ്സിന് കറക്റ്റ് 1 ഗ്ലാസ് ജ്യൂസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പഞ്ചസാരയാണ് നമുക്ക് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായിയിലോട്ട് 2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഷുഗർ കൂടുതലായിട്ട് നിങ്ങൾക്ക് പേടിയൊന്നും ആവണ്ട. കാരണം നമ്മൾ ഈ സ്ക്വാഷ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈമിൽ 2-3 ടേബിൾ സ്പൂൺ മാത്രമാണ് ഈ സിറപ്പ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കൂടുതലായിട്ടൊന്നും എടുക്കില്ല, കറക്റ്റായിട്ടുള്ള മധുരം തന്നെയായിരിക്കും. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാലും ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. കാരണം നമുക്കിത് കൂടുതൽ കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുരുവോട് കൂടിയിട്ടാണ് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ അതുപോലെ നമുക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് 1 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കാലം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, പെട്ടെന്നത് കേടായി പോവും. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 1 വർഷമൊക്കെ നമുക്ക് ഒരു കേടും കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം ഒന്ന് തിക്കായി വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഷുഗർ സിറപ്പിൽ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ കുരുവോട് കൂടിയിട്ടാണ് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഷുഗർ സിറപ്പിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 1 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അല്ലാതെ കൂടുതൽ കാലമൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് അത് കേടായിപ്പോവും. ഇതിവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിത് വീണ്ടും ഒരു ബൗളിലോട്ട് അരിച്ചെടുക്കുകയാണ്. ബൗളിലോട്ട് അരിച്ചെടുക്കുന്ന ടൈമിൽ ഈ ബൗളിലും അരിപ്പയിലും അതുപോലെ തന്നെ നമ്മൾ കോരിയെടുക്കുന്ന സ്പൂണിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളുടെ സ്ക്വാഷ് ഇവിടെ റെഡിയായതാണ്. അപ്പോൾ ഇനി വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയാറുണ്ടല്ലോ, ഒട്ടും തന്നെ നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കേടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നന്നായിട്ട് ഒട്ടും തന്നെ കുരുവൊന്നും താഴെ പോകാത്ത വിധത്തിൽ ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ കുരുവൊന്നും ഇല്ല എങ്കിലും ഷുഗർ സിറപ്പിലൊക്കെ ഉള്ള എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി ഓരോ ഗ്ലാസ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സീസണിലും നമുക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടില്ല. ഇതുപോലെ സിറപ്പൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ഓരോ ഗ്ലാസ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കണമെന്ന് വെച്ചാൽ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സ്ക്വാഷാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പാഷൻ ഫ്രൂട്ട് അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കിയത്. ഇത് തന്നെ മതിയാവും നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ സിറപ്പ് മാത്രം നമുക്ക് മതിയാവും. കാരണം നല്ല തിക്കായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഞാനിവിടെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വരെ മാത്രം സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നല്ല തണുത്ത വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വെറും 1 മിനിറ്റ് വേണ്ട നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇനി പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.